പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസമായി വിക്രം എവിടെയാണെന്ന് വിക്രമിൻ്റെ വീട്ടുകാർക്ക് അറിയില്ല. വിക്രം തിരിച്ചു വരും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി കമലാമ്മ വിക്രമിൻ്റെയും രാധയുടെയും വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. വിവാഹ ദിവസം രാധയ്ക്ക് ഉടുക്കാനുള്ള സാരിയുമായി കമലാമ്മയും ശ്രീജയും വരുന്നുണ്ട്. സാരി കണ്ട് നന്ദിനി ചോദിക്കുന്നുണ്ട്, അമ്മേ, ഈ സാരി വളരെ എടുത്തതാണെന്ന് തോന്നുന്നല്ലോ, കണ്ടിട്ട് അത്രയ്ക്ക് ഗുണം തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് കമലാമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നന്ദിനി, ഇത് ഉടുക്കുന്നത് രാധയാണ്. രാധയുടെ ഇഷ്ടത്തിനാണ് ഞങ്ങളിത് എടുത്തിരിക്കുന്നത്. നീ എന്തിൽ അഭിപ്രായം പറയേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ വിശ്വൻ ചോദിക്കുന്നുണ്ട്, അല്ല അമ്മേ, സാരിക്ക് എത്ര രൂപയായി? അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, മോനെ, ഇത് തയ്പ്പിക്കുന്ന സ്ഥലത്തു നിന്നും വാങ്ങിച്ചത് കൊണ്ട് 3000 രൂപയും കടയിൽ നിന്നാണെങ്കിൽ ഒരു 7000 രൂപയെങ്കിലും വരുമെന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ പിശുക്കിയായ നന്ദിനി ഇത് കേട്ട ഉടനെ പറയുന്നുണ്ട്, ഓ അങ്ങനെയാണോ അമ്മേ, 3000 രൂപയ്ക്കാണെങ്കിൽ ഇത് ലാഭമാട്ടോ. അപ്പോൾ ഉടനെ വിനയനോട് പറയുന്നുണ്ട്, വിനയേട്ടാ, വിവാഹത്തിന് ഇതുപോലൊരു സാരി എനിക്ക് എടുത്തു തരണോ എന്ന് പറയാണ്. കമലമ്മ മാഷിനോട് ചോദിക്കുന്നുണ്ട്, മാഷേ, സാരി കണ്ടില്ലേ, എങ്ങനെയുണ്ട്? മാഷ് പറയുന്നുണ്ട്, ഞാൻ കണ്ടോണ്ടിരിക്കുകയല്ലേ. കമലം, നിനക്ക് ഇതിനുള്ള കാശെല്ലാം എവിടെ നിന്നാ? നീ കടം വാങ്ങിച്ചിട്ടാണോ ഇതെല്ലാം ചെയ്യുന്നത്? ഇതിൻ്റെ വല്ല ആവശ്യവുമുണ്ടോ നിനക്ക്? ഈ വിവാഹത്തിന് താലി കെട്ടേണ്ട ചെറുക്കൻ ഈ വീട്ടിലില്ല. അന്നേ ദിവസം വരുമെന്ന് നിനക്ക് വല്ല പ്രതീക്ഷയുമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന കമലമ്മ പറയുന്നുണ്ട്, ഇല്ല, ഈ കാശ് എൻ്റെ കയ്യിലുള്ളതാണ്. ഞാൻ മിച്ചം വെച്ച്, നിങ്ങൾ തരുന്ന കാശിൽ നിന്നും മിച്ചം വെച്ച് പോസ്റ്റ് ഓഫീസിൽ അടച്ചിട്ടുള്ള പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചിലവുകളെല്ലാം ചെയ്യുന്നത്. നിങ്ങളോട് ആരോടും ഒരു 10 പൈസ പോലും ഞാൻ കടം ചോദിക്കത്തില്ല. പിന്നെ എൻ്റെ മകൻ്റെ വിവാഹം നടത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അവനൊരു കുടുംബമായി കുട്ടികളുമായി ജീവിക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ വിക്രം അന്നേ ദിവസം തിരിച്ചു വരും. എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ മകൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഒരിക്കലും തന്ന വാക്ക് അവൻ തെറ്റിച്ചിട്ടില്ല. വിവാഹ ദിവസം താലി കെട്ടുന്ന സമയത്ത് അവനിവിടെ ഉണ്ടായിരിക്കും എന്ന് ആത്മവിശ്വാസത്തോടെ തന്നെ കമലാമ്മ പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ വിക്രം പാട്ടൊക്കെ പാടി ഇങ്ങനെ വേദയുടെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് പുറത്തുനിന്നും നമ്മുടെ ദീപ്തി ഈ പാട്ട് കേൾക്കുന്നുണ്ട്. അവളിങ്ങനെ ശ്രദ്ധിക്കുക. പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ചേച്ചിയുടെ റൂമിൽ നിന്നെന്താ ഒരു പുരുഷൻ്റെ പാട്ട് കേൾക്കുന്നത്? ശരിയാണല്ലോ, എനിക്ക് തോന്നുന്നതല്ല, കേൾക്കുന്നുണ്ട് എന്നും വിചാരിച്ചുകൊണ്ട് അവളൊരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ചേച്ചിയുടെ അടുത്ത്. ഒരു ബുക്കും കൈ പിടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഡോറിൽ തട്ടുന്നുണ്ട്. ചേച്ചി, ചേച്ചി എന്ന് വിളിക്കുന്നത് കേട്ട് വേഗം തന്നെ വിക്രമിനെ കർട്ടന് പിറകിലേക്ക് ആക്കുന്നുണ്ട്. വേഗം ചെന്ന് ഡോറ് തുറക്കുന്നുണ്ട്. ദീപ്തി പെട്ടെന്ന് അകത്ത് കയറിക്കൊണ്ട് കട്ടിലിനടിയിലും ടേബിളിന് ചോട്ടിലും അങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേദ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ദീപ്തി നീ ഈ തിരയുന്നത്? അല്ല ചേച്ചി, ഈ റൂമിൽ ആരോ ഉണ്ട്. ഇവിടെ നിന്നും ഒരു പുരുഷൻ്റെ സൗണ്ട് ഞാൻ കേട്ടു. ഒരു പുരുഷൻ പാട്ട് പാടുന്നതാണ് ഞാൻ കേട്ടത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട്, ആയ്, നിനക്കത് തോന്നിയതായിരിക്കും. പിന്നെ ഞാനേ ഫോണിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ തന്നെ ദീപ്തി പറയുന്നുണ്ട്, ചേച്ചി ഫോണിൽ പാട്ട് കേട്ടു എന്ന് പറയണ്ട, ഫോണിലാണ് പാട്ട് കേട്ടതെങ്കിൽ അതിൽ മ്യൂസിക് ഉണ്ടായിരിക്കും. ഇത് മ്യൂസിക്കൊന്നും ഇല്ലാതെയുള്ള ഒരു പാട്ടാണ് ഞാൻ കേട്ടത്. ഒരു ആണിൻ്റെ സ്വരത്തിലാണ് പാട്ട് പാടുന്നത്. ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട്, ഓ അതാണോ, ആ പാട്ട് ഞാൻ പാടിയതാ. ഇത് കേട്ട് നമ്മുടെ ദീപ്തി ചോദിക്കുന്നുണ്ട്, എന്ത്, ചേച്ചിയുടെ പാട്ട് പാടിയെന്നോ? ചേച്ചിയുടെ പാട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണല്ലോ. എന്താ പുരുഷൻ്റെ സ്വരത്തിലാണോ ചേച്ചി പാട്ട് പാടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, അതെ, ഞാൻ കുറച്ച് മിമിക്രിയൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരാണിൻ്റെ സ്വരത്തിൽ പാട്ട് പാടിയതാ. എന്തായാലും ഞാൻ ചെയ്തത് ശരിയാണെന്ന് ഇപ്പോൾ സമ്മതിച്ചു തന്നല്ലോ. ഞാനാണത് പാടിയതെന്ന് നീ വിശ്വസിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. ഉടനെ ദീപ്തി പറയുന്നുണ്ട്, ശരി, ഞാൻ സമ്മതിച്ചു തരാം. എന്നാൽ ഇപ്പോൾ ഒരു പാട്ട് പാട്. അത് ചേച്ചി തന്നെയാണോ പാടിയെന്ന് എനിക്ക് അറിയാലോ എന്ന് പറയാട്ടോ. ഉടനെ നമ്മുടെ വേദ ഒന്ന് അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് വേദ വിക്രം നിൽക്കുന്ന ഭാഗത്ത് കർട്ടൻ്റെ ഭാഗത്തേക്ക് അങ്ങ് ബാക്കിലേക്ക് നീങ്ങി നിൽക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വിക്രം കേൾക്കാൻ വേണ്ടി ഉച്ചത്തിൽ പറയുകയാണ്, ശരി, ഞാൻ പാടാം, നീ 1 2 3 എന്ന് പറയാം, അപ്പം തന്നെ ഞാൻ പാട്ട് പാടിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിനെ ഒന്ന് നോക്കുന്നുണ്ട്. ഇങ്ങനെ 1 2 3 എന്ന് പറയുന്ന ഉടനെ തന്നെ വേദ അങ്ങ് പാടുകയാണ്. വേദ പാടുന്നത് പോലെ അഭിനയിക്കുന്നു. പാടുന്നത് നമ്മുടെ വിക്രമാണ്. അങ്ങനെ നമ്മുടെ ദീപ്തി അത് വിശ്വസിക്കുകയാണ്. ശരി,
വേദ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ദീപ്തി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? എന്നാൽ ദീപ്തി വന്ന കാര്യം മറന്നു പോയിരിക്കുകയാണ്. ചേച്ചി, എനിക്കത് അറിയത്തില്ല. ഞാൻ എന്തോ ഒന്ന് ചോദിക്കാൻ വേണ്ടിയാണ്, ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഇവിടെ നിന്നും ആ പാട്ട് കേട്ടതും എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഞാനത് മറന്നുപോയി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് വർഷയുടെ അച്ഛൻ വേദയുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാനായി വരുന്നുണ്ട്. വർഷ പറയുന്നുണ്ട്, അച്ഛാ, ഇതാണ് പറ്റിയ സമയം. ഇവിടെ ശ്രീയേട്ടനില്ല. ശ്രീയേട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ ക്ലിയറായി ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. കുറച്ചങ്ങ് സംസാരിക്കുമ്പോഴേക്കും പറയും, മതി, നിർത്ത്, അങ്ങനെയൊന്നും സംസാരിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോഴാണെങ്കിൽ ധൈര്യത്തോടെ അച്ഛനക്ക് എന്ത് വേണമെങ്കിലും പറയാം. പിന്നെ ഏട്ടൻ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് സോൾവ് ചെയ്യാൻ വേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അച്ഛൻ വേഗം ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ അങ്ങ് നമ്മുടെ ശങ്കരനാരായണൻ്റെ റൂമിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. എന്നാൽ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, എടി, നിൻ്റെ അമ്മയും മുത്തശ്ശിയൊക്കെ എവിടെ? അവരും കൂടെ വിളിക്ക്, ഒരു സപ്പോർട്ടിന് വേണ്ടി. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ സ്ത്രീകളുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അങ്ങ് സമ്മതിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പത്മയെയും മുത്തശ്ശിയെയൊക്കെ കൂട്ടിക്കൊണ്ട് ശങ്കരനാരായണൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. വർഷയുടെ അച്ഛൻ ശങ്കരനാരായണനോട് പറയുന്നുണ്ട്, എനിക്കധികം വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ ഞാനൊരു കാര്യം അങ്ങ് മനസ്സിൽ വിചാരിച്ചാലുണ്ടല്ലോ അത് പിന്നെ നടത്തിയിട്ടേ ഇരിക്കൂ. ഇത് കേട്ട് ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, എന്തോ പറയാനുണ്ടെന്ന് തോന്നല്ലോ, വളച്ചു കെട്ടില്ലാതെ അങ്ങ് പറഞ്ഞേക്കെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, അല്ല, ഞാൻ ദർശനുമായി വേദയുടെ വിവാഹം ആലോചിച്ച് ഇവിടെ വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കുറച്ച് കഴിയട്ടെ, ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന്. പിന്നെ നിങ്ങൾ അറിഞ്ഞില്ലേ, ആ വേദയുടെ കഴുത്തിൽ താലി കെട്ടിയ ആ റൗഡി ഉണ്ടല്ലോ വിക്രം, അവൻ്റെ വിവാഹം മറ്റൊരു പെണ്ണുമായി നിശ്ചയിച്ചിരിക്കുന്നു. ഇത് കേട്ട് ശങ്കരനാരായണൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. ഉടനെ തന്നെ പത്മത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. പത്മം ശരിയാണ് എന്നുള്ള മട്ടിൽ ഒന്നിങ്ങനെ കണ്ണടച്ച് കാണിക്കുന്നുണ്ട്. ശങ്കരനാരായണൻ തല താഴ്ത്തിയിരിക്കുന്നുണ്ട്. ഉടനെ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, അതെ, നമ്മുടെ മകൾക്ക് എന്താണ് കുറവ്? അവൻ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നു. നമ്മുടെ മകൾക്ക് സൗന്ദര്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാമുണ്ട്. ഉടനെ തന്നെ അവൻ്റെ വിവാഹത്തിന് മുമ്പ് തന്നെ നമ്മുടെ മോളുടെ വിവാഹം നമ്മൾ നടത്തുകയല്ലേ ചെയ്യേണ്ടത്. അവരെ ഒരു പാഠം പഠിപ്പിക്കണം. വേദയുടെ വിവാഹമാണെന്ന് അറിഞ്ഞാൽ, അവൾക്ക് ആലോചന നടക്കുന്നുണ്ടെന്നറിഞ്ഞാൽ 100 ആൺകുട്ടികളായിരിക്കും ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ടാവുക. അതിലെ ഫസ്റ്റ് ആലോചന എൻ്റെ ദർശൻ മോന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. അവൻ ഇപ്പോഴും അതിന് താല്പര്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് നിങ്ങളിങ്ങനെ പറയുന്നു, പക്ഷേ ഇതിൻ്റെ താല്പര്യമുണ്ടോ? ഇതിനൊക്കെ നമ്മുടെ മകൾ, നമ്മുടെ വേദമോള്, അവളുടെ താല്പര്യം കൂടെ നമുക്ക് അറിയേണ്ടതില്ലേ? അതല്ലേ ആദ്യം വേണ്ടതെന്ന് ചോദിക്കുന്നു. ഉടനെ തന്നെ വർഷ ഇടയിൽ കയറി പറയുന്നുണ്ട്, മുത്തശ്ശി എന്താ ഈ പറയുന്നത്? എൻ്റെ അച്ഛൻ അവളുടെ നല്ലതിന് വേണ്ടി കൂടിയല്ലേ ഈ സംസാരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഞാൻ അവളുടെ നല്ലതിന് വേണ്ടിയാണ് ഈ പറയുന്നത്. ഇത് എൻ്റെ മാത്രം ഒരു തീരുമാനമെടുത്ത് ഞാൻ പറയുന്നതല്ല, നിങ്ങളോട് എല്ലാവരും കൂടി ഞാനൊരു അഭിപ്രായം ചോദിക്കുകയാണ്. ഇതാ ഈ ശങ്കരേട്ടനോട് കൂടി ഞാൻ അതാണ് പറയുന്നത്. അവൾ നല്ല കുട്ടിയാണ്, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവളുടെ വിവാഹം അങ്ങ് നടത്താം എന്ന് പറയുന്ന സമയത്ത് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അത് വേദയുടെ അഭിപ്രായം അറിയണം. നിങ്ങൾ തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണൻ എഴുന്നേൽക്കുന്നുണ്ട്. പിന്നെ വർഷയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എത്ര ദിവസമായി ആവും തീരുമാനം അറിയാൻ? ഉടനെ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഞാൻ പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. അച്ഛൻ വർഷയോട് ചോദിക്കുന്നുണ്ട്, എന്താടി മോളെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്? വർഷയാണെങ്കിൽ സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അച്ഛൻ അറിയാത്തത് കൊണ്ടാണ് ഇവിടുത്തെ അച്ഛൻ്റെ സ്വഭാവം. അച്ഛൻ ഇത്രയെങ്കിലും പറഞ്ഞല്ലോ, അതുകൊണ്ട് അച്ഛന് നമുക്ക് അനുകൂലമായൊരു മറുപടി അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്നാണ് അതിനർത്ഥം. എന്തായാലും അച്ഛൻ വേദയുമായി സംസാരിച്ച് ഇതിന് ഒരു തീർപ്പുണ്ടാക്കും. ഇതിന് അനുകൂലമായ ഒരു മറുപടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്.